ഇതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ സർക്കാരുകളെയും നേതാക്കളെയും തകർക്കുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് എക്സോലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറ്റപത്ര സമർപ്പണവുമായിട്ടുള്ള കാര്യം. കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും BJPയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത് കെട്ടിപ്പൊക്കുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു കാര്യമാണ്. എക്സോലോജിക്കിനെ എന്തിനാണ് വലിച്ചിഴക്കപ്പെടുന്നത് എന്ന കാര്യം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ആമുഖത്തിൽ തന്നെ കൃത്യമാവുന്നത് ഏതെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് CPIMൻ്റെ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ അതിൻ്റെ തുടർച്ചയായിട്ടാണ് മകൾ വീണ, അതിൻ്റെ ഒപ്പമാണ് മനോരമ കൊണ്ടുവന്ന മാസപ്പടി കേസും വരുന്നത്. ഒരു പത്രമാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ മാസപ്പടി എന്ന പ്രയോഗം തന്നെ നടത്തിയത്. അത് മനോരമയാണ്. മനോരമയുടെ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി തെളിവുകളിൽ ഒരു കാര്യം എന്ന് മാത്രമേ ഇത് കാണേണ്ടിയുള്ളൂ. യഥാർത്ഥത്തിൽ വസ്തുത പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എക്സോലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരാർ പ്രകാരമുള്ള തുകയാണ് അതിൻ്റെ സാമ്പത്തികമായ എല്ലാ നിലപാടുകളും സ്വീകരിച്ചു. GSTയും ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള എല്ലാ നികുതികളും നൽകി കൈപ്പറ്റിയിട്ടുള്ളത്. സുതാര്യമായിട്ട് നടന്ന ബാങ്ക് വഴിയുള്ള ഈ ഇടപാട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നികുതികളും അടച്ച രേഖകളും ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ സുതാര്യമായി രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടുകളാണ് തെറ്റായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ച് സഖാവ് പിണറായി വിജയൻ്റെ മകളായിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് അതിലേക്ക് വലിച്ചിഴക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ കമ്പനികൾ ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് കമ്പനി നിയമമനുസരിച്ച് തന്നെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടുന്നതിൻ്റെ രീതിയുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണത്. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പരാതികൾ പരസ്പരം കൈമാറുന്ന നിലയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് എല്ലാ നിയമപരിരക്ഷയും CMRL നൽകി പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ യഥാർത്ഥത്തിൽ കാര്യം അവസാനിക്കേണ്ടതായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിക്കെതിരായി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ കേസിനെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അരങ്ങേറുന്നത്. മുഖ്യമന്ത്രിയെ വലിച്ചിഴക്കുന്നതിനുള്ള അവസരമായി ഇതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ ഏത് കാര്യത്തിലും ബന്ധപ്പെട്ട കക്ഷികളോട് ചോദിക്കുക എന്ന കാര്യം അതിൻ്റെ പ്രാഥമികമായ രീതിയാണ്. ഇവരുടെ കാര്യത്തിൽ അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള വലിച്ചിഴച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതി അത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് രൂപപ്പെട്ടത് എന്ന കാര്യം സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്ന എല്ലാവർക്കും അറിയാം.